ഹലോ വ്യൂവേഴ്സ്, ഐ എം മായ. വെൽക്കം ടു മായാസ് കിച്ചൺ സീക്രട്സ്. ദോശപ്രേമികൾക്ക് ഇതാ വേറൊരു ദോശ റെസിപ്പി കൂടി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ആന്ധ്ര സ്പെഷ്യൽ ദോശയുടെ റെസിപ്പിയുമായിട്ടാണ്. ഗോതമ്പ് പൊടി, റവ, അരിപ്പൊടി, മൈദ ഇവയെല്ലാം കൂടി ചേർത്തുണ്ടാക്കുന്ന ഒരു ദോശയാണിത്. ഈ പൊടികളെല്ലാം ഉണ്ടെങ്കിൽ ഈസിയായി തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കണും അതിൻ്റെ കൂടെ തന്നെ ഓൾ എന്ന ബട്ടണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതാണ്. ദോശയ്ക്ക് വേണ്ടി 1/4 കപ്പ് വീതം ഗോതമ്പ് പൊടി, മൈദ, റവ എന്നിവയും 1 കപ്പ് അരിപ്പൊടിയും എടുക്കുക. ദോശ മാവിൽ ചേർക്കുവാനായി 15 ഗ്രാം ഇഞ്ചി, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം, 3 ടേബിൾ സ്പൂൺ തൈര്, ആവശ്യത്തിന് ഉപ്പും ചേർക്കുവാനുള്ള വെള്ളവും എടുക്കുക. ഇഞ്ചിയും പച്ചമുളകും അരച്ച് ചേർക്കണം. ദോശയ്ക്കുള്ള പൊടികളെല്ലാം കൂടി ഒന്ന് അരിച്ചെടുത്തതാണ് ഈ പാത്രത്തിൽ. ഇതിലേക്ക് ജീരകം, ഇഞ്ചി, പച്ചമുളക് അരച്ചത്, തൈര്, ഉപ്പ് എന്നിവ ചേർക്കുക. വെള്ളം കുറേശ്ശെ ഒഴിച്ചിളക്കുക. ദോശമാവിൻ്റെ പാകത്തിന് കോരി ഒഴിക്കാവുന്ന രീതിയിൽ ദോശ ബാറ്റർ ഉണ്ടാക്കുക. പാകത്തിന് വെള്ളമൊഴിച്ച് മാവ് തയ്യാറാക്കി കഴിഞ്ഞാൽ മിനിമം 1 മണിക്കൂറെങ്കിലും വയ്ക്കുക. എന്നിട്ട് വേണം ദോശ ഉണ്ടാക്കുവാൻ. 2 മണിക്കൂർ കഴിഞ്ഞു. മാവിൽ വെള്ളം പൊങ്ങിക്കിടക്കുന്നതായി കാണാം. ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുക. ചൂടായ പാനിൽ എണ്ണ പുരട്ടി ദോശമാവ് ഒഴിക്കുക. മാവ് കട്ടിയായി ഒഴിച്ച് അധികം പരത്താതെ സെറ്റ് ദോശ പോലെയാണ് ഉണ്ടാക്കുന്നത്. ദോശമാവ് കട്ടിയിൽ പരത്തി സോഫ്റ്റായിട്ടുള്ള ദോശയാണ് സെറ്റ് ദോശ. സെറ്റ് ദോശ 2 or 3 ഉള്ള സെറ്റായിട്ടാണ് റെസ്റ്റോറൻറ്റ്സിലൊക്കെ സെർവ് ചെയ്യുന്നത്. ദോശയുടെ മേൽ എണ്ണയോ നെയ്യോ തൂകി 2 വശവും ചുട്ടെടുക്കുക. തവി കൊണ്ടൊന്ന് അമർത്തി കൊടുക്കുന്നത് നല്ലതാണ്. ദോശയുടെ കൂടെ ചട്നിയോ സാമ്പാറോ കൂട്ടി കഴിക്കാവുന്നതാണ്. അടുത്ത ദോശയും ഇതുപോലെ സെറ്റ് ദോശയായി ഉണ്ടാക്കിയെടുക്കുക. റെഗുലർ ദോശ കുറച്ച് വലിപ്പത്തിൽ ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ ഒരു ദോശ മാത്രമായിട്ടാണ് സെർവ് ചെയ്യുന്നതും. ഈ ദോശ ഉണ്ടാക്കുവാൻ എടുക്കുന്ന സമയമെന്ന് പറയുന്നത് ദോശ മാവ് സെറ്റ് ചെയ്യുവാനുള്ള സമയം മാത്രമാണ്. ഇതുപോലെ വെറൈറ്റി ദോശകൾ ഉണ്ടാക്കി നോക്കുമല്ലോ. വീഡിയോ മുഴുവൻ കണ്ടിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോസ് ലൈക്ക്, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.